പെങ്ങളാ. തല്ലും പിടി ഉണ്ടായിന്ന് പറഞ്ഞാൽ ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും. ഓലെ ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന നമ്മളെ പേടി. ഇനി ഒരുത്തനും വരൂല. എവിടെയായിരുന്നടാ നീ? ചൂട്ട് കത്തിക്കാണ്ട് ഇരട്ടത്ത് വരെന്ന് പറഞ്ഞാൽ ഓന് തിരിയില്ല. വീണ്ടും മുറിഞ്ഞാ ഒന്നും പറ്റിയില്ല ഉമ്മ. ഇത് നമ്മളെ ദോസ്താ. ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കി. ഒന്നും വേണ്ട. കഞ്ഞി കുടിക്കാൻ നിങ്ങളെയൊന്നും വിടൂല. ഇയാൾ ആരാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ. അടുത്തെവിടെ? കുഞ്ഞിക്കണ്ണൻ മേസ്ത്രിയുടെ? അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞ് പോണം. എന്താ പണി? ഉമ്മ കഞ്ഞി ഉണ്ടാക്ക് വേഗം. മോനെ ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോനാ. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ. മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ലേ. പെങ്ങളുടെ ഭർത്താവ് അവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ. അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. അറബി. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറൊക്കെ നിൽക്കാൻ്റെ അന്ന് 5000 റുപ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും വെച്ചിടാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യുക. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായൻ്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ടിപ്പോൾ 1.5 കൊല്ലായി. ഒരു വിവരമില്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനെ അറിയാം? ഇല്ലല്ലോ. ബാബുഖാൻ്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാൻ്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാണ് പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി. ബാപ്പാൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, ഇതെന്താ പറ്റി? ഒന്നുമില്ലാന്ന്. പിടിവലി പറ്റിയതായിരിക്കും. ഇവിടെ പുരട്ടാൻ മരുന്നൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഡ്രസ് വെച്ചോളാം. ഹലോ. യെസ്. എപ്പോ? ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഫോളോ മീ. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിന്റെ അടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Move fast.
പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കൊടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി ലോയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം. എവിടുന്നാണ് സംസാരിക്കുന്നത്? എന്ത് മണ്ടൻ ചോദ്യമാ സാറേ ഇത്. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയൂ? പിന്നെ എന്നു മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെ ആണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓണത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിൻ്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ വക്കീലിൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നത് ആ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോൾ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടുവരും. ചെല്ലും.